അങ്ങനെ ഞാനും മേടിച്ചു ഗൈസ് ഡോട്ട് ആൻഡ് കീയുടെ സ്ട്രോബെറി ഡ്യൂ ടിൻറ്റഡ് സൺസ്ക്രീൻ. ഞാൻ ഒരുപാട് നാളായിട്ട് കൊതിച്ചിരിക്കുമായിരുന്നു ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ട്രൈ ചെയ്യാൻ. അങ്ങനെ അവസാനം എൻ്റെ കൈ കിട്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളി റിസൾട്ട്. ഞാൻ ആദ്യം ഇന്നലെയാണ് ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുന്നത്, പുറത്തുപോയി ഇന്നലെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിത് ഒരു ദിവസം യൂസ് ചെയ്തു, ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന് കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് ബ്ലെൻഡ് ആയി പോവും, അങ്ങ് അലിഞ്ഞു പോവും. അത്രയ്ക്ക് അടിപൊളിയാണ്. പെട്ടെന്ന് ബ്ലെൻഡ് ആവും, പെട്ടെന്ന് അബ്സോർബ് ആവും. നമ്മൾ നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വിവോ ടെസ്റ്റഡ് ആണ്. എന്ത് ഈസി ആയിട്ട് ഇത് ബ്ലെൻഡ് ആയി പോകും. നമ്മൾ ഇത് ഇട്ടെന്ന് അറിയത്തും കൂടെ ഇല്ല. ഇതൊരു സ്കിൻ ഫീൽ തരുന്ന ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോയി. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഈ സൈഡും തമ്മിലുള്ള ഡിഫറൻസ്. കുറച്ചെടുത്താൽ മതി, ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ചെടുത്താൽ മതി. വാം ഐവറിയാണ് എൻ്റെ ഷെയ്ഡ്. കണ്ടോ, നന്നായിട്ട് ഒരുപാട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് ബ്ലെൻഡ് ആവും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇട്ടിട്ടുണ്ടെന്നേ ഫീൽ ചെയ്യത്തില്ല. ടെക്സ്ചറാണ്, ഒരു മാറ്റ് ഫിനിഷാണ് തരുന്നത്. പിന്നെ ഇതിലെ സ്ട്രോബെറി നമ്മുടെ സ്കിൻ സൺ ഡാമേജ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യും. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒട്ടും തന്നെ അത് എടുത്തറിയുന്നില്ല. അത്ര ഈസിലി ബ്ലെൻഡ് ആവുന്നുണ്ട്. അടിപൊളിയാണ്. നല്ല മാറ്റ് ഫിനിഷാണ് തരുന്നത്. പിന്നെ ഇത് നോൺ ഓയിലിയാണ്, നോൺ ഗ്രീസിയാണ്, നോൺ സ്റ്റിക്കിയാണ്. നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.